അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ഒരുപാട് എപ്പിസോഡുകളായി കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പല മേഖലകളിലുള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നു എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം അത് കേട്ട ആളുകൾക്ക് കൃത്യമായി ലഭിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ്. സമൂഹത്തിൽ പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് നമ്മുടെ കൂടുതലായി കാണുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഏറെ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ നമുക്ക് ഫീഡ്ബാക്കിലൂടെ ലഭിക്കുന്ന ചില ചോദ്യങ്ങൾ, അതൊക്കെയാണ് പലപ്പോഴും വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് നമ്മൾ പ്രാധാന്യം കൽപ്പിക്കാറുള്ളത്. അതോടൊപ്പം തന്നെ ആ വിഷയം ഏറ്റവും നന്നായി കൈകാര്യം ചെയ്യാനും അതിനൊരു പരിഹാര നിർദ്ദേശം നൽകാനും പ്രത്യേകിച്ച് ഇതുപോലെയുള്ള വിഷയങ്ങളിൽ ഇടപഴകുകയും ചെയ്യുന്ന ആളുകൾ ഉണ്ടാകുമ്പോൾ അവരുടെ നിന്ന് വളരെ നല്ല ഒരു സൊല്യൂഷൻ നമുക്ക് ലഭിക്കുമെന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് ഏവർക്കും പരിചിതമായ സയദ് സാറ് നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെ ഇനി നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്നാൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്, കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് വിവാഹത്തിനോട് നോ പറയാനുള്ള കാരണം എന്ത്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ എന്നുള്ളതാണ്. ഇന്ന് അതിൻ്റെ ഒരു തുടർച്ചയായ മറ്റൊരു വിഷയമാണ് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. അഥവാ നിക്കാഹ് അല്ലെങ്കിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ആ കല്യാണം എനിക്ക് വേണ്ട, ആ വിവാഹം എനിക്ക് വേണ്ട, ഇത് പറയുമ്പോൾ എനിക്ക് പോലും ചില എക്സ്പീരിയൻസുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അഥവാ നമ്മൾ ഇതിങ്ങനെ പറയുന്നതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ചില ഇൻസിഡൻസ്, സംഭവങ്ങൾ നമ്മുടെ ഓർമ്മകളിലേക്ക് എത്തും. സ്വാഭാവികമാണല്ലോ. ഇതുപോലെ എത്രയോ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ബഹുമാന്യനായ പ്രൊഫസറെ ഡയറക്റ്റ് ഞാൻ നേരിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരു വിഷയത്തിലേക്ക് സ്വാഗതം ചെയ്യണം. അസ്സലാമു അലൈക്കും. നമ്മൾ വിഷയം ഓൾറെഡി പറഞ്ഞു. എന്താണ് അതിന്റെ കാരണങ്ങൾ, നമുക്ക് എന്താണ് അതിനൊരു പരിഹാരമായി നിർദ്ദേശിക്കാൻ സാധിക്കും? ഒരു വിശദമായ എപ്പിസോഡിന്റെ ആവശ്യമുണ്ട് ഈ വിഷയങ്ങളിൽ. തീർച്ചയായും ഈ വിവാഹം എന്നുള്ളത് നിശ്ചയിക്കപ്പെടുന്നത് കുടുംബം വളരെയധികം ആലോചന നടത്തിയിട്ടാണ്. അതായത് ഒരു സുപ്രഭാതത്തിൽ ഒരിക്കലും തീരുമാനിക്കുന്ന ഒന്നല്ല വിവാഹം, നിക്കാഹ്. കുടുംബം വിശദമായി അന്വേഷണം നടത്തി, പഠനം നടത്തി, കൃത്യമായ ആലോചനയുടെ അടിസ്ഥാനത്തിൽ, മുഷാവറയുടെ അടിസ്ഥാനത്തിലാണ് വിവാഹം തീരുമാനിക്കുക. പെണ്ണ് കാണാൻ ഉള്ള സൗകര്യങ്ങൾ ഒരുക്കും, പുരുഷനും സ്ത്രീയും തമ്മിൽ സംസാരിക്കും, അവർ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമാണ് എൻഗേജ്മെന്റ് നടക്കുക. എന്നാൽ ചില കേസിൽ ഒരുപാട് അന്വേഷണങ്ങൾ നടന്നു, നീ ഏതെങ്കിലും ഒന്ന് നീ അങ്ങ് പോയി കെട്ട്, അല്ലെങ്കിൽ അവളോട് നീ ഏതെങ്കിലും ഒന്നിന് സമ്മതിക്ക്, ഈ രൂപത്തിലുള്ള ഒരു പ്രഷർ പാരൻസിന്റെ ഭാഗത്തുനിന്ന് ചിലപ്പോഴെങ്കിലും ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സീരിയസ് ഉള്ള ഒരു സബ്ജക്റ്റാണ്, കൂടുതൽ ശ്രദ്ധ വേണ്ടതാണ്, എഫേർട്ട് വേണ്ടതാണ്. അപ്പോൾ ഫൈനൽ ഇയർ പഠനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അന്വേഷണം വരുമ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടി പറയും, എൻ്റെ പഠനം പൂർത്തീകരിച്ചിട്ട് മതി കല്യാണം. എന്നാൽ ഒരു നല്ല പ്രപ്പോസൽ വന്നു കഴിഞ്ഞാൽ പാരൻസ് കമ്പൽ ചെയ്യും. കാരണം ഇത് നല്ല പയ്യനാണ്, നല്ല കുടുംബമാണ്, നല്ല ജോലിയാണ്. എന്നാൽ കുട്ടിക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് വേണ്ടത്ര അറിയില്ല. എന്നാൽ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ എൻഗേജ്മെന്റ് നടന്നതിന് ശേഷം സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യമാണ് അവസാന നിമിഷങ്ങളിൽ ചില സംശയങ്ങൾ, അല്ലെങ്കിൽ ചില പേടി, അല്ലെങ്കിൽ ഇത് നടന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവിതം വിജയിക്കോ പരാജയപ്പെടുമോ, ഈ രൂപത്തിലുള്ള ഒരു ഡൗട്ട്, ഒരു സംശയം, അപ്രിഹെൻഷൻ ഉണ്ടാക്കാൻ പിശാച് അവൻ്റെതായ ശ്രമങ്ങൾ നടത്തും. കാരണം പിശാചിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ബ്രേക്കപ്പ്. പ്രത്യേകിച്ച് ഭാര്യയും ഭർത്താവും തമ്മിൽ ഏറ്റവും നല്ല രൂപത്തിൽ ഒരു ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അതെങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളതാണ് പിശാച് ഗവേഷണം നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്ന ഒരു കൗൺസിലിംഗ് കേസ് ഞാൻ പറയാണ്. അവൻ്റെ ജീവിതത്തിൽ ആൺകുട്ടിയാണ്, പ്രൊഫഷണലായ ഒരു കോഴ്സ് അവന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ജോലിയുണ്ട്. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലുള്ള ഒരു കുട്ടി, ആ കുട്ടിയുമായിട്ട് ചെറിയ ഒരിഷ്ടം. സ്വാഭാവികമായി ഒന്നിച്ച് ജോലി ചെയ്യുമ്പോൾ ഒരാണും പെണ്ണും ഒരു ഓപ്പോസിറ്റ് സെക്സിനോടുള്ള ഒരു അട്രാക്ഷൻ സ്വാഭാവികമാണ്. അങ്ങനെ അത് കുറച്ച് വളർന്നു. എന്നാൽ ഈ പയ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു റിലീജിയനിലുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയെ വിവാഹം കഴിക്കുന്നത് ഉണ്ടാക്കുന്ന ഒരുപാട് റീപർക്കഷൻസ് അവൻ ആലോചിക്കുകയും അവൻ തന്നെ സെൽഫ് ഡിസൈഡ് ചെയ്തു, ഇതൊരിക്കലും എൻ്റെ ഫാമിലി, എൻ്റെ സൊസൈറ്റി അംഗീകരിക്കില്ല, അതുകൊണ്ട് നോ. എന്നാൽ ഇവനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ക്യാരക്ടറുള്ള, സൗന്ദര്യമുള്ള, അവൻ്റെ പ്രൊഫഷണൽ തലത്തിൽ അവൻ്റെ സമാന
യോഗ്യതകളുള്ള അവൻ്റെ ചിന്തകളുമായിട്ട് ചേർത്ത് വായിക്കാൻ പറ്റുന്ന ഒരു കുട്ടിയാണ്. മാത്രമല്ല ആ കുട്ടി പിന്നീട് അവൻ്റെ കൂടെ തന്നെ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പം ഇവനെ എവരി നവന്ത് എന്ന് പറയില്ല, എപ്പോഴും കാണുന്നത് കൊണ്ട് ആ ചിന്ത വീണ്ടും വീണ്ടും അങ്ങനെ കക്ഷി അവിടുന്ന് പിന്നെ ജോലി ഒഴിവാക്കിയിട്ട് മറ്റൊരു സ്ഥലത്ത് ജോലിക്ക് പോകുന്നു. പക്ഷേ ഈ ചിന്ത മാറുന്നില്ല. അങ്ങനെ അവൻ തീരുമാനിച്ചു, ഇതിപ്പോൾ ആരോടും പറയാൻ കഴിയില്ല, നീ ഉമ്മനോടോ ഉപ്പനോടോ ഒക്കെ പറഞ്ഞാൽ തന്നെയും പ്രശ്നമായിരിക്കും. അപ്പോൾ ഇതോ അവൻ്റെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കണം. അവസാനം അവന് ഒരു വിവാഹത്തിന് പാരൻസ് സമ്മതിച്ചു. അങ്ങനെ നടത്തി, നിക്കാഹ് കഴിഞ്ഞു. നിക്കാഹ് കഴിഞ്ഞതിന് ശേഷമാണ് ചെറിയ ചെറിയ അപ്രിഹെൻഷൻസ്, സംശയങ്ങൾ ഇവൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നത്. ഇത് ശരിയാവോ, എനിക്ക് ഇത് ധൃതി കൂടിയില്ലേ, ഇത്ര പെട്ടെന്ന് ഞാൻ ധൃതി കാണിച്ചിട്ട് വിവാഹം പിന്നെ തീരുമാനിക്കണമായിരുന്നു. അതായത് ഈ നിക്കാഹ് ഒരു വിവാഹത്തിലേക്ക് എത്തുമ്പോൾ, കൂട്ടിക്കൊണ്ടുവരാൻ പോകുമ്പോൾ വേണ്ടാത്ത സംശയങ്ങൾ. എന്നാൽ ഈ പെൺകുട്ടി ഇവനെ നന്നായി സ്നേഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്, അവനൊരു ഡിഫറൻസും ഇല്ല, എല്ലാ അർത്ഥത്തിലും പോസിറ്റീവാണ്. എന്നിട്ടും അവനക്ക് ഉള്ളു തുറന്നുകൊണ്ട് ഈ പെൺകുട്ടിയെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് വരുന്നില്ല. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കോമൺ ആണ്. അപ്പോൾ ഇത് നിക്കാഹിൽ എത്തിയ അല്ലെങ്കിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞ കേസിൽ കൃത്യമായ ഇടപെടൽ നടത്തി അവർക്ക് ഒരു ശാക്തീകരണം കൊടുത്തിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താണ് ഉണ്ടാവുക, ബ്രേക്കപ്പ് ആവും. ഇത് ഒരു കാരണമായിട്ട് എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ പരസ്പരം ഇഴകിച്ചേരേണ്ടതിന് പകരം എന്തെങ്കിലും സംശയങ്ങളായിട്ടില്ലേ, അല്ലെങ്കിൽ മുമ്പുണ്ടായ വല്ല ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പേരിൽ സംശയങ്ങൾ ഉണ്ടായിട്ടില്ലേ, ശരിക്കും സ്വാഭാവികമായിട്ട് ഇപ്പം അങ്ങനെ ഓട്ടോമാറ്റിക് നിങ്ങൾ പറഞ്ഞ ഈ ഒരു കേസിൽ തന്നെ ഈ ഒരു ആൺകുട്ടി ഇപ്പോൾ ഇതുപോലെ അങ്ങനെ സംശയിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ വിവാഹം കഴിഞ്ഞാലും അതിൽ ബ്രേക്കപ്പ് അല്ല. അവിടെ വരുന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ വേണ്ടാത്തൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. അവരൊരു അഫെയർ സ്വാഭാവികമായിട്ട് രൂപം കൊണ്ടു. രണ്ടുപേരും ഉഭയകക്ഷി സമ്മതത്തോടു കൂടി അതിൽ നിന്ന് പിൻവാങ്ങി. എന്നാലും അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പൊ അവര് ചാറ്റ് ചെയ്തിട്ടുണ്ടാകും, അവർ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും, ഒന്നിച്ച് ഷെയർഡ് എന്ന് പറഞ്ഞാൽ വേണ്ടാത്തത് ഒന്നും ഇല്ലെങ്കിൽ പോലും, അതായത് അവന്റെ ജീവിതത്തിൽ ആദ്യമായി ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണത്. അവന്റെ ജീവിതത്തിൽ വന്ന ഒന്നാമത്തെ പെൺകുട്ടിയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു അനുഭവം വിവാഹത്തിന് മുമ്പ് ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഇസ്ലാം അതിനെ വിലക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് സിനയുടെ ഗണത്തിലാണ്. എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാല് നിക്കാഹിന് മുമ്പ് അത്തരത്തിലുള്ള ഇപ്പോൾ സാധാരണ നമ്മൾ സാർവത്രികമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്, ആഭരണങ്ങൾ അണിയിപ്പിക്കുക, വാച്ച് കൊടുക്കുക, മിഠായി കൊടുക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് മാമൂലുകൾ ഇസ്ലാം വിലക്കുന്നതാണ്. പക്ഷെ അതൊക്കെ ഇസ്ലാമിന്റെ അഡ്രസ്സിൽ സമൂഹത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്നു. ഇപ്പൊ എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഒരു പ്രമുഖ ഒരു വ്യക്തിത്വം, അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ മകൾ, അദ്ദേഹം ഇസ്ലാമിക വീക്ഷണത്തിലും നല്ല രൂപത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. എൻഗേജ്മെന്റിന് ശേഷം എന്തുണ്ടായി എന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് അവസരം കൊടുത്തു, എൻ്റെ ഒന്നിച്ച് യാത്ര ചെയ്യാനും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനും, കാരണം അവർ എൻഗേജ്ഡ് ആയിട്ടുണ്ടല്ലോ. അങ്ങനെ ഈ അവസരം കൊടുത്തപ്പോ ഈ പെൺകുട്ടി സംവാട്ട് എഡ്യൂക്കേറ്റഡ് ആണ്, നല്ല ഒരു പേഴ്സണാലിറ്റിയാണ്, പല കാര്യങ്ങളിലും സ്വന്തമായ വീക്ഷണവും കാഴ്ചപ്പാടും ഒക്കെ ഉണ്ട്. എന്നാൽ പിന്നെ അവിടെ ഉണ്ടായ സംശയം എന്താന്ന് വെച്ചാല്, ഇവളെ കല്യാണം കഴിക്കാൻ പോകുന്ന ഈ വരൻ എൻ്റെ അത്ര ഒരു ഉയർന്ന നിലവാരം ചിന്താമണ്ഡലങ്ങളിലും തീരുമാനം എടുക്കുന്നതിലും കാഴ്ചപ്പാടിലും എനിക്ക് കിടയൊത്ത ഒരു ഭർത്താവാണോ അല്ലേ എന്നുള്ള ഒരു സംശയമാണ് ഇവർക്കിടയിൽ ഉണ്ടാകുന്നത്. അപ്പൊ ഞാൻ ഈ വിഷയത്തിൽ ഇടപെട്ടപ്പോൾ, കൗൺസിലിങ്ങിന് 1-2 സിറ്റിംഗ് ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇസ്ലാം വിലക്കിയ ഒരു കാര്യം കൊണ്ടാണ് നിങ്ങൾ തുടങ്ങിയത്. അവിടെ നമ്മൾ എന്ത് വ്യാഖ്യാനമാണ് ഈ എൻഗേജ്മെന്റ് ആയ ഈ കക്ഷികളെ ഇത്തരം സംസാരങ്ങളിലേക്ക് വിടാൻ നമ്മൾ ന്യായം നടത്തുക? ഇസ്ലാം അത് അനുവദിക്കുന്നില്ല. നിക്കാഹിന് ശേഷം മാത്രമേ അത്തരത്തിലുള്ള യാത്രകളും സംസാരങ്ങളും പാടുള്ളൂ. അപ്പൊ ഈ സംശയം ഉണ്ടാക്കുന്നത് ഇസ്ലാം വിലക്കിയ കാര്യങ്ങൾ ചെയ്തത് കൊണ്ടാണ് തന്നെ പറയാൻ പറ്റും. അതുകൊണ്ടാണ് വിവാഹത്തിന് ശേഷം നടക്കേണ്ട ഒരു കാര്യവും അതിനു മുമ്പ് നടക്കാൻ പാടില്ല. ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ, ഫാമിലിയിലൊക്കെ എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ തന്നെ ഫോണാണ് കൈമാറുന്നത്. എന്നിട്ട് അവരോട് പറയുന്നത് നമ്പർ കൈമാറുന്നു, എന്നിട്ട് വിളിക്കാൻ പറയാണ്. വിളിച്ചിട്ടില്ലെങ്കിൽ അവൻ പറയാണ് നിക്കാഹിന് ശേഷം ഞാൻ സംസാരിക്കുള്ളൂ, നിക്കാഹിന് ശേഷം ഞാൻ വിളിക്കുള്ളൂ, യാത്ര ചെയ്യുള്ളൂ എന്ന്. അതൊന്നുമല്ല. അന്നിപ്പോ നാട്ടിൽ നടപ്പിതല്ലേ, നീ എന്താ അത് ചെയ്യാത്തത്? ഇസ്ലാം കൃത്യമായ ഒരു നേർരേഖ ഈ വിഷയത്തിലൊക്കെ വരച്ചിട്ടുണ്ട്. അത് പാലിക്കുക എന്നുള്ളതാണ് അതിന്റെ പരിഹാരം.
അള്ളാഹു ഒരു വിഷയം നമ്മോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ലംഘിച്ചുകൊണ്ടുള്ള ഒന്നിലേക്കും നമ്മൾ പോകാൻ പാടില്ല. അത് പോയിട്ടുണ്ടെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് കൗൺസിലിംഗ് അനുഭവങ്ങൾ തെളിയിക്കുന്നത്. പ്രിയപ്പെട്ട സ്നേഹക്കൂടിന്റെ പ്രേക്ഷകരെ നോക്കൂ, എത്ര സുന്ദരമാണ് അല്ലേ? ഒരു സമൂഹത്തിന്റെ ബേസ്, അടിത്തറയാണ് കുടുംബം എന്നത്. ആ കുടുംബത്തിന്റെ അടിത്തറയാണ് വിവാഹം എന്നത്. ആ വിവാഹത്തിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗനിർദ്ദേശങ്ങൾ കൃത്യമാണ്. ഒരു വളച്ചുകെട്ടിനും ആവശ്യമില്ലാത്ത അത്ര സുതാര്യമാണ്, ലളിതമാണ്. ആ നിയമങ്ങളെ നമ്മൾ ലംഘിക്കുമ്പോൾ, അതിനെ അതിര് കടക്കുമ്പോൾ, ആ പരിധികൾക്കപ്പുറത്തേക്ക് നമ്മൾ പോകുമ്പോൾ അതിൻ്റെ ദുരന്തമാണ് ഇന്ന് സമൂഹത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് എന്നാണ് പച്ചയായി ഈ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ ദീനീ നിലപാടുകളിൽ നിൽക്കുക എന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഒന്ന്, ഇത് ഒരു ദീനൻ അനുസരിച്ചല്ലാത്ത രൂപത്തിൽ ഇതിന് മുമ്പുള്ള ഇതുപോലുള്ള കാര്യങ്ങൾ വന്നാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ അലയൊലികൾ കുടുംബത്തിലും ആ വ്യക്തികളിൽ ഉണ്ടാവും, സ്വാഭാവികം. പക്ഷെ ഇതുപോലെ തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്, നിക്കാഹിലേക്ക് എത്തിപ്പെട്ട്, നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടാവും, എന്നാൽ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരില്ല, കല്യാണം, നമ്മുടെ നാടുകളിൽ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ, കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ അതിനിടയിൽ ആ ഒരു വരുന്ന ഗ്യാപ്പിനിടയിൽ ഇതേപോലെ ബ്രേക്കപ്പ് ആവാറില്ലേ? തീർച്ചയായും. അത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിവാഹം എന്ന് പറഞ്ഞാൽ നിക്കാഹാണ്. നിക്കാഹ് എന്ന് പറഞ്ഞാൽ കൂട്ടി കൊണ്ടുപോകലാണ്. നമ്മുടെ സമൂഹം അതില് വലിയ ചില മാമൂലുകൾ വീണ്ടും ഉണ്ടാക്കി. നിക്കാഹിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു 10 ദിവസം നമ്മൾ ഹണിമൂൺ എന്ന പേരിൽ പറയുന്ന ആ കാര്യം, അവിടെ അവരെ ഫ്രീ ആയി വിടണം. കാരണം ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആണ് ആദ്യം ഉണ്ടാവേണ്ടത്. പുരുഷന്മാർക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ അബദ്ധം, ഇപ്പൊ കൗൺസിലിംഗ് സ്റ്റഡിയാണ് ഞങ്ങളോട് പറയുന്നത്, കല്യാണം കഴിഞ്ഞ ഫസ്റ്റ് നൈറ്റിൽ തന്നെ തൻ്റെ ഭാര്യയുമായിട്ട് ലൈംഗിക വീഴ്ചയിലേക്ക് പോകണം എന്നുള്ളതാണ് അവൻ ആഗ്രഹിക്കുന്നത്. സെക്സ്വൽ ഡിസയർ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടുണ്ടാകും. എന്നാൽ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ മനസ്സിലാക്കേണ്ടത്, അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആ പെൺകുട്ടി തീർത്തും വ്യത്യസ്തമായ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണ്. ഈ പുരുഷൻ അവളെ സംബന്ധിച്ചിടത്തോളം സ്ട്രെയിഞ്ചറാണ്, അപരിചിതനാണ്. ആ വ്യക്തിയെ പഠിക്കാനുള്ള ഒരു സാവകാശം, അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എന്താണ്, ആ വ്യക്തി എന്താണ്, അയാളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, ഇതൊക്കെ പഠിക്കാനുള്ള ഒരു സാവകാശം പുരുഷൻ പെണ്ണിന് കൊടുത്തേ പറ്റൂ. അത് കൊടുക്കാറില്ല. അവൻ മനസ്സിലാക്കുന്നത് നിയമ സാധുതയോടുകൂടി ലീഗലായിട്ട് നിക്കാഹ് കഴിഞ്ഞു, ഇനി ഞാൻ പറയുന്നത് മുഴുവൻ എൻ്റെ ഭാര്യ അനുസരിച്ചു കൊള്ളണം. അവൾ അനുസരിക്കാൻ തയ്യാറായിരിക്കും. പക്ഷെ അനുസരിക്കാൻ തയ്യാറാവണമെങ്കിൽ ഒരു മാനസികമായിട്ടുള്ള ഒരു സപ്പോർട്ട് അവൾക്ക് കിട്ടേണ്ടതുണ്ട്. ഇത് എൻ്റെ ഭർത്താവാണ്, എന്നെ അദ്ദേഹം സംരക്ഷിക്കും, അദ്ദേഹം നല്ല വ്യക്തിത്വമാണ്, അദ്ദേഹം എന്നെ കെയർ ചെയ്യും, അദ്ദേഹം എന്നെ കേൾക്കും, അദ്ദേഹം എന്നെ ഏറ്റവും നന്നായി പരിചരിക്കും. ഇങ്ങനെയുള്ള ഒരു റാപ്പോ, ഒരു നല്ല ബന്ധം അവിടെ സ്ഥാപിതമായതിനു ശേഷം അദ്ദേഹം തൻ്റെ ലൈംഗികമായ താല്പര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവൾ നോ പറയില്ല. എന്നാൽ പലപ്പോഴും സംഭവിക്കുന്നത്, ഈ ഒരു ഇമോഷണൽ ബ്രിഡ്ജിങ് നടക്കുന്നതിന് മുമ്പ് തന്നെ ഫോഴ്സ്ഫുള്ളി, നിർബന്ധത്തിന് പ്രേരിപ്പിക്കുകയാണ്. സ്വാഭാവികമായിട്ട് അവള് നോ പറയും, അവൾക്കത് കോപ്പപ്പ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് പല മാരേജുകളും ബ്രേക്കപ്പ് ആവാനുള്ള ഒരു കാരണം. ഇത് എൻഗേജ്മെന്റ് കഴിഞ്ഞ, നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഹോട്ടലുകളിലോ അല്ലെങ്കിൽ അവരുടെ തന്നെ വീടുകളിൽ അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അവന് മനസ്സിലാക്കാതെ പോകുന്നത് ഒരു പെൺകുട്ടിയുടെ മനഃശാസ്ത്രമാണ്. പെൺകുട്ടിയെ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ആ രൂപത്തിലാണ് പെരുമാറുക. വീണ്ടും ഞാൻ വരുന്നു, പ്രീമാരിറ്റൽ ഗൈഡൻസിന്റെ ഇമ്പോർട്ടൻസ്. ഇത്തരം കാര്യങ്ങൾ കൃത്യമായി ഒരു സിലബസിന്റെ അടിസ്ഥാനത്തിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ വൈവാഹിക ജീവിതം സൂപ്പറായി മുന്നോട്ട് പോകുള്ളൂ. പണ്ട് കാലത്ത് കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി സംവദിക്കപ്പെട്ടിരുന്നു. കാരണവന്മാരാണെങ്കിൽ പോലും അവിടെ വീട്ടിലുള്ള മൂത്തമ്മയോ അല്ലെങ്കിൽ വല്യമ്മയോ ഒക്കെ ഇത് പറഞ്ഞു കൊടുത്തിരുന്നു. ഇന്ന് ന്യൂക്ലിയർ സിസ്റ്റത്തിലേക്ക് കുടുംബങ്ങൾ അണുകുടുംബങ്ങളിലേക്ക് മാറിയതോടുകൂടി അത് കേൾക്കാനും പറയാനൊന്നും ഇവിടെ അവസരമില്ല. ഇത് ബ്രേക്കപ്പിന്റെ മറ്റൊരു കാരണമാണ്. അണുകുടുംബങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഷെയറിങ് നടക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബ്രേക്കപ്പ് ആവാനുള്ള ഒരു കാരണം വിവാഹത്തിനെ കുറിച്ചുള്ള യഥാർത്ഥ വിജ്ഞാനം പുരുഷന്റെ അടുക്കൽ ഇല്ല എന്നുള്ളതാണ്. സ്ത്രീക്കും ഇല്ല, പുരുഷനും ഇല്ല. പരസ്പരം തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് എത്തേണ്ടതുള്ളൂ. അപ്പോൾ ആദ്യ നാളുകൾ നല്ലൊരു ഇമോഷണൽ സപ്പോർട്ട് ഉണ്ടാക്കേണ്ട ദിനങ്ങളാണ്. ആ ഇമോഷണൽ സപ്പോർട്ടാണ് ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നത്, ഒരു ഭാര്യ ആഗ്രഹിക്കുന്നത്. പുരുഷന്റെ മനഃശാസ്ത്രം അനുസരിച്ച്
ഒരു സെക്ഷൽ കോണ്ടാക്റ്റിലേക്കാണ് അവൻ അതീവമായി ആഗ്രഹിക്കുകയും അതിനു വേണ്ടിയിട്ട് അപ്പോൾ ബലാത്കാരം പ്രയോഗിക്കുകയും ചെയ്യും. സ്വാഭാവികമായിട്ടൊരു പൊരുത്തക്കേടുകൾ ഫീൽ ചെയ്യുമ്പോൾ നോ പറയാനുള്ള ടെൻഡൻസി കൂടുമെന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത് അല്ലേ? അത് മാത്രല്ല അവിടെ അവള് മനസ്സിലാക്കാണ് ഇവന് ഇതിനു വേണ്ടിയിട്ടാണോ എന്നെ കല്യാണം കഴിച്ചത്, എന്നെ മാനസികമായി പിന്തുണക്കാതെ, എനിക്ക് സുരക്ഷിതത്വം നൽകാതെ, എൻ്റെ വികാരത്തെ മാനിക്കാതെ, എൻ്റെ മാനസികാവസ്ഥ പരിഗണിക്കാതെ എന്നോട് പെരുമാറാണ്. ഇയാളെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കും? ഒരു ഉദാഹരണം കൂടി പറയാ. മെൻസ്ട്രേഷൻ നടക്കുന്ന ഒരു പീരീഡിലാണ് ഈ സംഭവം നടന്നത് എങ്കിൽ പുരുഷനെ സംബന്ധിച്ച് അതിനെക്കുറിച്ച് വിവരവും ഇല്ല എങ്കിൽ സ്വാഭാവികമായിട്ട് ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് മെൻസ്ട്രേഷൻ നടക്കുന്ന ആ സമയത്ത് ഒരു പെണ്ണ് അനുഭവിക്കുന്ന ഒരുപാട് മാനസിക ശാരീരിക പ്രശ്നങ്ങളുണ്ട്. ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ ഭർത്താവിന് സാധിക്കാതെ പോയാൽ അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് സംഭവിക്കുന്ന അബദ്ധങ്ങൾ വലിയ പോളറൈസേഷനാണ് അവിടെ ഉണ്ടാക്കുക. ഇതൊക്കെ സ്വകാര്യതയായതുകൊണ്ട് ആർക്കും അറിയില്ല. സത്യത്തിൽ ഞാൻ ഇനി ആ വീട്ടിൽ പോകുന്നില്ല എന്നായിരിക്കും അവള് പറയാ. ഞാൻ ആ വീട്ടിൽ ഇനി പോകില്ല, അവന്റെ കൂടെ ജീവിക്കൂല. അപ്പൊ ഇതിൽ മധ്യസ്ഥന്മാരിറങ്ങും. മധ്യസ്ഥന്മാരുടെ മുമ്പിൽ ഇതൊന്നും ചർച്ച ചെയ്യപ്പെടില്ല. അതുകൊണ്ട് അടിസ്ഥാനപരമായിട്ട് ഇത്തരം വിഷയങ്ങളെ കുറിച്ചുള്ള അറിവ് ഈ പെൺകുട്ടിക്കും ആൺകുട്ടിക്കും നേരത്തെ കിട്ടേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതാണ് നമ്മൾ വീണ്ടും സ്നേഹക്കൂടിൽ പല എപ്പിസോഡുകളായിട്ട് നമ്മൾ സൂചിപ്പിച്ച കാര്യമാണ്. നമ്മുടെ മഹല്ലുകൾ അത് ഏത് വിഭാഗത്തിൻ്റെതാണെങ്കിലും അവരൊക്കെ ഇതിന് മുൻകൈ എടുത്തുകൊണ്ട് പ്രീ മറൈറ്റൽ കൗൺസിലിംഗ് കോഴ്സുകൾ ഒരു കോഴ്സായിട്ട് വ്യത്യസ്തമായ ഒരു കൃത്യമായ സിലബസിൻ്റെ അടിസ്ഥാനത്തിൽ നിർവഹിക്കണമെന്നാണ്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരം ഒരു പരിധി വരെ അതിലൂടെ പരിഹരിക്കപ്പെടാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ഓക്കെ, ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ 2-3 കാരണങ്ങളായി ഇപ്പോൾ നമ്മൾ പറയണത്. ഇനി അടുത്തതായിട്ട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, ഇപ്പോൾ ഇതുപോലെ നിക്കാഹിലേക്ക് എത്തി ബ്രേക്കപ്പ് ആവുന്നു. പണ്ട് സ്ത്രീകളിൽ ആയിരുന്നു ഇത് കൂടുതൽ, പെൺകുട്ടികളായിരുന്നു പറഞ്ഞത്. ഇപ്പോൾ ആൺകുട്ടികളും എനിക്ക് അവളെ വേണ്ട എന്ന് പറയാനുള്ള ഒരു ടെൻഡൻസി അതും കണ്ടുവരുന്നില്ലേ? അതിനുള്ള കാരണം എന്താ വെച്ചാൽ പലപ്പോഴും ഈ വിവാഹം നടക്കുന്നതിന് മുമ്പ് കോളേജിൽ ഹയർ സ്റ്റഡീസിനൊക്കെ പോയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവൾ ചില പുരുഷന്മാരുമായിട്ട് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ആൺകുട്ടികളുമായിട്ട് ഡീപ്പ് റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പൊ ഈ ഡീപ്പ് റിലേഷൻഷിപ്പിലേക്ക് പോയി അവർ തമ്മിൽ ഏകദേശം എല്ലാ കാര്യവും കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം എല്ലാറ്റിനും പെർമിസീവായ ഗ്രീൻ കൊടി കാണിക്കുന്ന ഒരു സാഹചര്യം കലാലയങ്ങളിൽ പലയിടത്തും ഉണ്ട്. അപ്പൊ അതിനുള്ള ആസൂത്രണങ്ങൾ നടത്താൻ ആൺകുട്ടികൾ മിടുക്കരുമാണ്. പ്രത്യേകിച്ച് ടൂർ പോവാൻ അവർക്ക് സൗകര്യങ്ങളുണ്ട്, സ്കൂളുണ്ട്, കോളേജ് ഉണ്ട് എന്ന് പറഞ്ഞു പോകാനുള്ള സൗകര്യമുണ്ട്. ഇതൊന്നും പാരന്റ്സ് അന്വേഷിക്കുന്നില്ല. എല്ലാവരുടെ കൈകളിലും വളരെ പ്രൈവസി കീപ്പ് ചെയ്യുന്ന മൊബൈൽ ഫോൺ ഉണ്ട്. അതിലെന്ത് പോസ്റ്റ് ചെയ്താലും മാതാപിതാക്കൾക്ക് അത് കണ്ടുപിടിക്കാനും സാധിക്കില്ല. അപ്പൊ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് അവര് ഒരു പാരമ്യതയിലേക്ക് അവരുടെ ജീവിതം സർവ്വസ്വതന്ത്രമായി ആസ്വദിച്ചിട്ടുണ്ടാവും. ആസ്വാദനം കഴിഞ്ഞതിന് ശേഷം പാരന്റ്സിന്റെ കമ്പൽഷൻ കൊണ്ടോ സാഹചര്യ സമ്മർദ്ദങ്ങൾ കൊണ്ടോ വിവാഹത്തിന് അവൾ സമ്മതിച്ചു. അങ്ങനെ വിവാഹിതയാവുകയാണ്. ആ വിവാഹിതയാവുന്ന നിക്കാഹ് കഴിഞ്ഞ ഘട്ടത്തിൽ സ്വാഭാവികമായിട്ട് പുതിയ ഭർത്താവുമായിട്ട് അല്ലെങ്കിൽ ഭാര്യയായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ അവിടെ ഡിസ്റ്റൻസിങ് ഉണ്ടാവുമല്ലോ. കാരണം ആദ്യം മാനസികമായിട്ട് ഒരാളുമായിട്ട് വല്ലാതെ അടുത്തു പോയിട്ടുണ്ട്. ആ അടുപ്പം നിലനിൽക്കെയാണ് രണ്ടാമത്തെ ഒരു വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ആൺകുട്ടിയുടെ കേസിലും പെൺകുട്ടിയുടെ കേസിലും സ്വാഭാവികമായിട്ടും ദേ മേക്ക് എ കമ്പാരിസൺ. അവിടെ അവര് രണ്ടുപേരും കമ്പാരിസൺ നടത്തും. എന്റെ ആദ്യത്തെ ലവറ് അല്ലെങ്കിൽ ബിലവറ്റ് എന്നോട് മാനസികമായി നല്ല നിലപാട് സ്വീകരിച്ചിരുന്നു, എന്നെ മനസ്സിലാക്കിയിരുന്നു, എന്നെ പരിഗണിച്ചിരുന്നു, എന്നെ പ്രോത്സാഹിപ്പിച്ചിരുന്നു, എനിക്ക് സമ്മാനങ്ങൾ തന്നിരുന്നു. ഇതൊന്നും ഇവന്റെ അടുത്തില്ല. ഇവൻ കാർക്കശ്യ ബുദ്ധിയുള്ള അല്ലെങ്കിൽ റഫ് ആൻഡ് ടഫായി പെരുമാറുന്ന ഒരാളാണ് എങ്കിൽ പിന്നെ പറയും വേണ്ട, പെട്ടെന്ന് തീരുമാനമാവും. എന്നാൽ ഇത് സാവകാശം കാര്യങ്ങൾ സാവകാശം എടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരുപാട് തിരുത്തലുകൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. അതായത് ഞാൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്റെ ഭർത്താവായി വരുന്ന വ്യക്തി എന്നോട് സംസാരിച്ചാൽ അതോടുകൂടി പിണങ്ങാണ്. പിന്നെ ഇവര് തമ്മിൽ ആഴ്ചകളോളം സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ മെസ്സേജ് അയക്കുന്നില്ല. പിന്നെ ഇതൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ കൂടിയാണ് ചാറ്റിംഗ് നടക്കുന്നത്. പിന്നെ അത് വെച്ചുകൊണ്ടാണ് ബാർഗൈനിങ് നടക്കുന്നത്. എന്നാൽ റിയൽ ലൈഫിലേക്ക് അവർ വന്നിട്ടില്ല.
റിയൽ ലൈഫിൽ വന്നു കഴിഞ്ഞ് ജീവിതത്തിൽ അതിൻ്റെ താഴ്ചയും ഉയർച്ചയും പിന്നെ ഉൾക്കൊള്ളാനുള്ള ഒരു അവസരം കിട്ടുമ്പോൾ മാത്രമേ ഈ ലൈഫ് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകുള്ളൂ. അതിനുള്ള അവസരം അവിടെ ഉണ്ടാവുന്നില്ലല്ലോ. കാരണം ഒരു സാങ്കല്പിക ജീവിതമാണ് നയിക്കുന്നത്. റിയൽ ലൈഫ് ആവുമ്പോൾ പ്രണയജീവിതം അല്ല, പ്രണയജീവിതത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങളല്ല റിയൽ ലൈഫിൽ ഉണ്ടാവുക. അവിടെ അമ്മായിമ്മ ഉണ്ട്, അമ്മോഷനുണ്ട്, വീട്ടിലുള്ള പല പരിമിതികളുണ്ട്, പ്രായം ചെന്ന മാതാപിതാക്കളുണ്ട്, അടുക്കളയിൽ ജോലി ചെയ്യേണ്ടി വരും. ഇതിനോടൊക്കെ സമരസപ്പെട്ട് പ്രശ്നങ്ങൾ ഡീൽ ചെയ്യേണ്ടത് യഥാർത്ഥ കുടുംബ ജീവിതത്തിലാണ്. എന്നാൽ സാങ്കല്പിക ജീവിതത്തിൽ അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, തോന്നിയതുപോലൊക്കെ ജീവിക്കാം. ഇത് പെട്ടെന്നുള്ള ഒരു ബ്രേക്കപ്പിലേക്ക്, അതായത് ഇദ്ദേഹത്തെ എനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റൂല, അയാളെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റും, ഒരു 9 ദിവസം 10 ദിവസമൊക്കെ ഒന്നിച്ച് ജീവിക്കുമ്പോഴേക്ക് ഡൈവേഴ്സിനെ കുറിച്ച് പെട്ടെന്ന് ക്വിക്ക് ഡിസിഷൻസ് ആണും പെണ്ണും എടുക്കുകയാണ്. ഇവളെ എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഒന്നിച്ച് ജീവിച്ച ദിവസങ്ങൾ എത്രയാണ്? അപ്പൊ എൻ്റെ അടുത്ത് പറയാം 3 ദിവസം. 3 ദിവസം കൊണ്ട് തീരുമാനമായി. അതായത് വന്ന സമയത്ത് പീരീഡ്സിലാണ് കുട്ടി വന്നത്. അപ്പൊ ആ രൂപത്തിലുള്ള ബന്ധങ്ങളും അവിടെ നടന്നിട്ടില്ല. പിന്നെ ഒന്ന് ഇണങ്ങിച്ചേരാനുള്ള ഒരു സാവകാശം പോലും പലപ്പോഴും പാരൻസ് കൊടുക്കൂല. പാരൻസ് വന്നിട്ട് ഫീഡ്ബാക്ക് ചോദിക്കാണ്, ഓൻ എന്നോട് എങ്ങനെ പെരുമാറിയത്, എന്താ ചോദിച്ചത്, എല്ലാവരും പറഞ്ഞും കൊടുക്കും. സ്വാഭാവികമായിട്ട് അങ്ങനെ ജോന്റെ അടുത്ത് നിൽക്കണ്ട. പാരൻസും കുട്ടികൾക്ക് കൂടുതൽ കംഫർട്ട് സോൺ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ അവര് തയ്യാറാവുന്നില്ല. റിസ്ക് പോലെ ഏറ്റെടുക്കാൻ കുട്ടികൾ സന്നദ്ധരല്ല, ഇല്ല, ഒന്നിനും തയ്യാറല്ല. കാരണം ചോദിക്കുന്നത് മുഴുവൻ വാങ്ങിക്കൊടുക്കുന്ന, എല്ലാം പൂർത്തീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം പെൺകുട്ടികൾക്കുണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികളെ മാതാപിതാക്കൾ ഏറ്റവും ശ്രദ്ധയോടുകൂടി സ്നേഹത്തോടുകൂടി തലോടിക്കൊണ്ടാണ് വളർത്തുന്നത്. അവരുടെ ഒരാവശ്യങ്ങളും നെഗറ്റീവ് പറയൂല. ഇങ്ങനെ ഓവർ പ്രൊട്ടക്ട് ചെയ്യുന്നതും ഓവർ കെയർ ചെയ്യുന്നതും ദാമ്പത്യ ജീവിതം പരാജയപ്പെടാനുള്ള ബേസിക് റീസണാണ്. അതായത് നമ്മുടെ പെൺകുട്ടികള് ഒരു ജോലി പോലും ചെയ്യാതെ ആയിരിക്കും വീട്ടിൽ വളരുന്നത്. ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പറയും വേണ്ട, മനസ്സിലാവുണ്ടോ? അങ്ങനെ കല്യാണം കഴിഞ്ഞ് സ്വാഭാവികമായിട്ട് വീട്ടിലെത്തുമ്പോൾ അവിടെ അടിച്ചു വാരേണ്ടി വരും, അവിടെ ക്ലീൻ ചെയ്യേണ്ടി വരും, അവിടെ അടുക്കളയിൽ ജോലി ചെയ്യേണ്ടി വരും. ഇതൊന്നും ശീലിക്കാത്ത ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവിടെ വലിയ അഡ്ജസ്റ്റ്മെന്റ് ഇഷ്യൂസ് വരൂലേ. അപ്പൊ ഇതെല്ലാം കൂടി പറയുമ്പോൾ ഉമ്മ അല്ലെങ്കിൽ ഉപ്പ പറയണ, ഇനി അവിടെ നിൽക്കണ്ട, അങ്ങോട്ട് പോര്, അവന്റെ സർവന്റ് ആയിട്ടൊന്നും അല്ല പോയത്. അപ്പം അത് ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ കുട്ടികളെ ചെറുപ്പം മുതലേ ശീലിപ്പിക്കണം. തീർച്ചയായും അത് ഇത് ഒക്കെ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ അതൊരു കാരണമാവും. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുന്നത്, ഇപ്പോൾ നമ്മളൊരു ഫ്രണ്ട് സർക്കിളിലുള്ള ഒരാൾ നിക്കാഹ് കഴിഞ്ഞ് ഇതുപോലെ അവർ രണ്ടുപേരും യാത്രയൊക്കെ പോയി തിരിച്ചു വന്ന് ഇവൻ വളരെ സങ്കടപ്പെട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ റീസൺ ചോദിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞത്, എനിക്കൊരു അഫയർ ഉണ്ട്, ഒരു അഫയർ എനിക്കുണ്ട്, പക്ഷെ ഞാനായിട്ടത് വീട്ടിൽ പറഞ്ഞാൽ എന്നെ ഒരു പക്ഷേ എൻ്റെ പാരൻസ് ക്രൂരമായി മർദ്ദിക്കും. അപ്പോൾ ഞാൻ എന്തിനാണ് ഈ നിക്കാഹ് സമ്മതിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിത് പറയരുത്, നിങ്ങളെ കാരണം കൊണ്ട് മുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ട് രണ്ടാമതൊരു കല്യാണം വരുമ്പോൾ അത് എൻ്റെ ഇഷ്ടം കൂടി പരിഗണിച്ചാവൂലേ? ഇതുപോലെയുള്ള കേസുകൾ ഉണ്ടാവുമ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യുക? ഇത് എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ കേസുകൾ ഇപ്പോൾ കൂടുന്നുണ്ട്. കാരണം ഇവർ തമ്മിലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ആദ്യമേ എത്തുകയാണ്. അതായത് ലവറും ബിലവറ്റും തമ്മിൽ, കാമുകന്മാർ തമ്മിൽ ആദ്യം തന്നെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തും. അതായത് ഒരു നിലക്കും ഈ വീട്ടുകാര് നിന്നെ എനിക്ക് കല്യാണം കഴിച്ചു തരില്ല. അപ്പോൾ നമ്മൾ ഒരു തീരുമാനം എടുക്കുന്നത് എന്താ വെച്ചാൽ, നീ കല്യാണത്തിന് സമ്മതിക്കുക, പുതിയൊരു പുരുഷനെ കല്യാണം കഴിക്കാൻ നീ സമ്മതിക്കുക. അതിനുശേഷം വീട് കൂടുമ്പോൾ ഫസ്റ്റ് നൈറ്റും സെക്കൻഡ് നൈറ്റും ഒക്കെ ഉണ്ടല്ലോ, ഈ ദിവസങ്ങളിലൊന്നും നീ എന്ത് ചെയ്താ അയാളോട് ഒട്ടും സഹകരിക്കരുത്. നിന്റെ ശരീരം സ്പർശിക്കാനോ നിന്നോട് ശാരീരിക ബന്ധം നടത്താനോ നീ ഒരിക്കലും സമ്മതിക്കരുത്. സ്വാഭാവികമായിട്ട് ഒരു മടുപ്പുണ്ടാവും. കാരണം കല്യാണം കഴിഞ്ഞിട്ട് അവിടെ ഒന്നും നടക്കാതെ വരുമ്പോൾ ഭർത്താവ് തന്നെ എന്ത് ചെയ്യും, നിന്റെ വീട്ടിൽ കൊണ്ടുപോയാക്കും. അല്ലെങ്കിൽ ഭർത്താവിനോട് പറയാം, എന്ത്, എനിക്കിങ്ങനെ ഒരു അഫെയർ ഉണ്ട്, എനിക്ക് നിങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റില്ല. സ്വാഭാവികമായിട്ട് ഡിവേഴ്സ് ആവും. ആ ഡിവേഴ്സ് ആവുന്ന ഘട്ടത്തിൽ ഐ ആം റെഡി ടു മാരി യു, നിന്നെ എനിക്കറിയാലോ, നീ അവിടെ ഒന്നും ഷെയർ ചെയ്യുന്നില്ല, അതുകൊണ്ട് അത് കോംപ്രമൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു പരിഹാരമാവുമ്പോൾ പാരൻസ് എന്ത് ചെയ്യും, നിന്നെ എനിക്ക് രണ്ടാമത് വിവാഹം കഴിച്ചു തരും. ഈ രൂപത്തിലുള്ള കോൺസ്പിറസീസ് അല്ലെങ്കിൽ ഗൂഢാലോചനകൾ കുട്ടികൾ നടത്തുകയാണ്. പക്ഷെ അവര് മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. വിശുദ്ധ ഖുർആൻ വൈവാഹിക ജീവിതത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് മീസാഖൻ ഖലീല, ബലിഷ്ഠമായ കരാർ എന്നാണ്. യഥാർത്ഥത്തില്
ആൺകുട്ടികളെ ചതിക്കുന്ന പെൺകുട്ടികളുണ്ട്, പെൺകുട്ടികളെ ചതിക്കുന്ന ആൺകുട്ടികളുമുണ്ട്. അല്ലേ? ഈ ചതി എന്നുള്ളത് ഒരിക്കലും ദാമ്പത്യത്തിന്റെ തുറവിയല്ലല്ലോ. ഒരാളെ ചതിച്ചുകൊണ്ട് എങ്ങനെയാണ് മറ്റൊരു ദാമ്പത്യം ആരംഭിക്കുക? ചീറ്റിംഗ് അള്ളാ. ഒന്നാമതായി ചതി നടത്തുന്ന അള്ളാനെയാണ്. അല്ലേ? നമ്മെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന അള്ളാനെ ചതിച്ചുകൊണ്ടാണ് ഈ പണി ചെയ്യുന്നത്. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു കൽപ്പനയാണ് ധിക്കരിക്കുന്നത്. 3 പാരൻസിനെയാണ് കണ്ണീര് കുടിപ്പിക്കുന്നത്. എന്നിട്ടാണ് ഒരു പുതിയ ദാമ്പത്യ ജീവിതം ഈ കാമുകന്റെ അല്ലെങ്കിൽ കാമുകിയുടെ കൂടെ അവർ തുടങ്ങുന്നത്. അതിലെങ്ങനെയാണ് അള്ളാഹു ബർക്കത്തും റഹ്മത്തും സന്നിവേശിപ്പിക്കുക? ഇതൊന്നും ചർച്ച ചെയ്യാനോ പറഞ്ഞു കൊടുക്കാനോ ഇന്നാരുമില്ല. യഥാർത്ഥത്തിൽ ഇത്തരം ഗൈഡൻസ് വിവാഹിതരാവുന്ന പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും നേരത്തെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഡൈഗ്രഷൻസിൽ നിന്ന് അല്ലെങ്കിൽ വ്യതിയാനത്തിൽ നിന്ന് കുട്ടികൾ മാറി നിൽക്കും. അപ്പോൾ അത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം പാരൻസിനാണ്. അല്ലേ? നമ്മൾ നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്, നല്ല ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുന്നുണ്ട്, നല്ല വാഹനം വാങ്ങിക്കൊടുക്കുന്നുണ്ട്. പക്ഷേ കല്യാണം കഴിക്കുന്ന പെൺകുട്ടികൾക്ക് മൂല്യബോധമുള്ള, ലക്ഷ്യബോധമുള്ള ഒരു ജീവിതം നയിക്കാനുള്ള മാർഗരേഖ എന്താന്നുള്ളത് നമ്മൾ കൊടുക്കുന്നില്ല. അപ്പോൾ ഇതിന്റെ ഉത്തരവാദിത്തം യഥാർത്ഥത്തിൽ പാരൻസിനാണ്. കാരണം കുട്ടികൾ ഇമ്മച്ചുവർ ആണ്, പക്വത എത്തിയിട്ടില്ല. അപ്പോൾ തെറ്റ് അവരുടേത് മാത്രമല്ല, നമ്മുടേത് കൂടിയാണ്. പിന്നെ അത് ഒരു പരിധി വരെ അല്ലേ, ഒരു പാരന്റ്സിന്റെ ഒരു ഓപ്പൺനെസ്സും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വിവാഹത്തിന് മുമ്പ് തന്നെ കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേൾക്കാനും അവർക്ക് വേണ്ട മാർഗനിർദ്ദേശം കൊടുക്കാനും രക്ഷിതാക്കൾ കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇതുപോലുള്ള പ്രശ്നം. അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ വീട്ടില് ഈ രക്ഷിതാവും കുട്ടിയും തമ്മിലുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആണ്. ഇത് കലാലയങ്ങളിലേക്ക് പോകുമ്പോൾ കലാലയത്തിലുള്ള ഫ്രണ്ട്സാണ് ഡിസിഷൻ മേക്കേഴ്സായി മാറുന്നത്. രക്ഷിതാവിന്റെ റോള് നിശബ്ദവൽക്കരിക്കുകയാണ്. കാരണം ഈ കുട്ടികൾ തന്നെ ഉമ്മനോടും ഉപ്പനോട് പറയും, നിങ്ങൾക്കൊന്നും അറിയില്ല, നിങ്ങൾക്ക് ഇന്നത്തെ കാലഘട്ടത്തെ കുറിച്ച് അറിയില്ല, നിങ്ങൾക്കൊന്നും അറിയില്ല. ഇതിങ്ങനെ കേൾക്കുമ്പോൾ പിന്നെ ഓരും തീരുമാനിക്കുകയാണ് എന്തോ പോയി ചെയ്തോ. സ്വാഭാവികമായിട്ടും നല്ല ഒരുപാട് ചർച്ചയിലെ പല മർമ്മ വിഷയങ്ങളിലേക്കാണ് വരുന്നത്. ഇന്ന് സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. പക്ഷെ ഇതിനൊന്നുള്ള ഇത് ചർച്ച ചെയ്യാനോ ഇതിന് പരിഹാരം നിർദ്ദേശിക്കാനോ ആരും സന്നദ്ധരല്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ, ഈ കാരണങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നില്ല ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലേ. ഇപ്പോൾ ഇതുപോലെ തന്നെ കുട്ടികളെ ഈ വിവാഹ ബന്ധം നിക്കാഹിലൊക്കെ പെട്ടിട്ട് അവസാനം വേണ്ട എന്ന് പറയുന്നിടത്ത് ആ ഒരു അല്ലെങ്കിൽ നിനക്ക് ചോദിച്ച ഫ്രണ്ട്സിന് അതിൽ പങ്കുകളില്ലേ അല്ലേ? വലിയ പങ്കുണ്ട്. ഫ്രണ്ട്സ് അതിനെ കുറിച്ചും അത് തീർച്ചയായും ചർച്ച ചെയ്യുന്ന വലിയൊരു പോയിന്റാണ്. അതായത് ഇവൻ കല്യാണം കഴിക്കുന്നത് തന്നെ ഇവന് വേണ്ടിയിട്ടല്ല. അതായത് വാട്ട് അതേഴ്സ് തിങ്ക് അബൌട്ട് മൈ ബെറ്റർ ഹാഫ്. എൻ്റെ ഭാര്യയെ മറ്റുള്ളവർ കണ്ടാൽ എന്ത് വിചാരിക്കും, അവരുടെ കമൻസ്, അവരുടെ നാട്യങ്ങൾ, ഇതൊക്കെയാണ് പ്രശ്നം. അതായത് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് മുന്തിയ പരിഗണനയും ഇഷ്ടമൊക്കെ നോക്കേണ്ട അവൻ്റേതാണല്ലോ, അല്ലെ അവളുടേതാണ്. ഇതിന് ബദൽ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാനുള്ള ഒരു എക്സിബിഷൻ മെറ്റീരിയൽ ആയിട്ട് ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ കാണുകയാണ്. അതുകൊണ്ടാണ് വയസ്സ് പോലും തിരുത്തി പറഞ്ഞു കൊടുക്കുന്നത്. എത്ര ചതികളാണ് പല കുടുംബ ജീവിതത്തിലും സംഭവിക്കുന്നത്. അതായത് വികലമായിക്കൊണ്ട് വയസ്സ് പറയും, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറയും. ബ്രേക്കപ്പിന്റെ വലിയൊരു കാരണമാണ് വയസ്സ് മാറ്റി പറയാ. രണ്ടാമത്തെ വിദ്യാഭ്യാസ യോഗ്യത മാറ്റി പറയാ. ഗൾഫില് ഒരു സാധാരണ ജോലിയായിരിക്കും, ലേബറായിട്ട് വർക്ക് ചെയ്യും, പക്ഷെ മാനേജറാണെന്ന് പറയാ. പിന്നീട് റിയൽ ലൈഫിൽ ഇത് കൃത്യമായിട്ട് ബോധ്യമാവുമ്പോൾ പെൺകുട്ടിയുടെ എല്ലാ സ്വപ്നങ്ങളും തകർന്ന് അടിയാണ്. സ്വാഭാവികമായിട്ടും അവിടെ ബ്രേക്കപ്പ് ആണല്ലോ ഉണ്ടാവുക. അതായത് ചതിയും വഞ്ചനയും ചെയ്യുന്നതിന് ഒരു നാണവുമില്ല. ഈ അടുത്ത് ഞാനൊരു കൗൺസിലിംഗ് കേസ് ഡീൽ ചെയ്തപ്പോൾ പെൺകുട്ടിയുടെ ഉമ്മ, ഭർത്താവ് ഉണ്ട്, കുട്ടിയുടെ ഭർത്താവ് ഉണ്ട്, ഭർത്താവിൻ്റെ സഹോദരിയൊക്കെ ഉണ്ട്. അപ്പോൾ കേസ് കൊടുത്തിട്ടുണ്ട്, ഭർത്താവിനെതിരിലാണ് കേസ്. അപ്പൊ ഈ പെൺകുട്ടിയുടെ ഉമ്മ ഉപ്പയെ കൊടുത്ത കേസിൽ ഇവന് എടുക്കാത്ത സ്വർണത്തെ കുറിച്ച കേസ്. 10-20 പവന് ഇവനെ എടുത്തു പോയിട്ടുണ്ട് എന്നാണ് അവര് കേസ് കൊടുത്തത്. അപ്പൊ എന്റെ മുമ്പിൽ രണ്ടുപേരും കൗൺസിലിങ്ങിന് എത്തിയപ്പോ സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഭർത്താവ് ചോദിക്കുകയാണ്, ഉമ്മ നിങ്ങളെ മോളെ പണ്ടം ഞാൻ എടുത്തിട്ടുണ്ടോ, നിങ്ങൾ എനിക്കെതിരിൽ ഇത് കൊടുത്ത കേസ് കളവല്ലേ? അപ്പൊ ആണ് പറഞ്ഞു. എന്റെ മുമ്പ് എന്നാ പറയണേ. ഇത് കേട്ടപ്പോ എനിക്ക് പ്രയാസം തോന്നി. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു മുസ്ലിമാണ്, ഒരു മുസ്ലിമായ നിങ്ങൾ ഈ കളവ് എന്തിനു പറഞ്ഞു? അതായത് നിങ്ങളുടെ മകളുടെ വിഷയത്തില് അദ്ദേഹം ചെയ്യാത്ത തെറ്റ് അദ്ദേഹത്തെ നിങ്ങൾ ആരോപിക്കുകയാണ്. ഇത് നിങ്ങൾ കോടതിയിൽ മൊഴി കൊടുക്കുകയാണ്. അപ്പൊ എൻ്റെ അടുത്ത് ആ ഉമ്മ പറയാണ്,
കോടതിയിൽ കേസ് കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുത്താലല്ലേ കേസ് ജയിക്കാൻ പറ്റുള്ളൂ എന്ന് വക്കീൽ പറഞ്ഞു. അപ്പോൾ വക്കീല് ജയിക്കാൻ വേണ്ടിയിട്ട് എന്ത് വാദിക്കണം എന്ന് പറഞ്ഞാലും കളവിന് സാക്ഷ്യം നിൽക്കാൻ നമ്മുടെ സമൂഹം തയ്യാറാണ്. അതായത് എത്തിക്സ് ഇല്ല, വാല്യൂസ് ഇല്ല, അത് പഠിപ്പിക്കുന്നുമില്ല. ഇനി പഠിച്ച് ജീവിതത്തിൽ പകർത്താൻ ആരെങ്കിലും ഒരുമ്പെട്ടാൽ അവൻ ഏറ്റവും വലിയ വിഡ്ഢിയായിട്ട് സമൂഹം വിധിക്കുന്നു. ഇതൊരു പ്രധാനപ്പെട്ട കാരണമാണ് അല്ലേ ഈ ബ്രേക്കപ്സ് ഉണ്ടാവാൻ. ഒന്നിച്ച് ജീവിക്കേണ്ട ആളുകൾ പരസ്പരം ചതിയിലൂടെയും വഞ്ചനയിലൂടെയും ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് വിവാഹത്തിലേക്ക് എത്തിയത് എങ്കിൽ എങ്ങനെയാണ് ആ വിവാഹം മുന്നോട്ട് പോവുക? സ്വാഭാവികമായും അവിടെ തകർച്ചകളെ സംഭവിക്കൂ. അപ്പോൾ വിവാഹ ജീവിതത്തിലേക്ക് ഏർപ്പെടുമ്പോൾ, അന്വേഷണങ്ങൾ നടക്കുമ്പോൾ റിയൽ ആയിട്ടുള്ള യാഥാർത്ഥ്യങ്ങളല്ലാതെ അസത്യങ്ങൾ പറഞ്ഞ് ഒരിക്കലും രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാൻ സാധ്യമാവില്ല എന്നുള്ളതാണ്. എന്തിനാണ്, ആരെയാണ് നമ്മൾ കബളിപ്പിക്കുന്നത്? നമ്മയെല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ച് ഇതെല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആ റബ്ബിനെ സാക്ഷി നിർത്തിയാണ് നമ്മൾ വിവാഹത്തിലേക്ക് ഏർപ്പെടുന്നത്. പക്ഷെ അതിലേക്ക് ഏർപ്പെടുന്നതിന് മുമ്പ് മുഴുവൻ ചതിയും വഞ്ചനയും പറഞ്ഞുകൊണ്ടാണ് വന്നതെങ്കിൽ എങ്ങനെയാണ് ആ റബ്ബിൻ്റെ റഹ്മത്തും കാരുണ്യവും നമുക്കുണ്ടാവുക? പ്രിയപ്പെട്ടവരെ, വിവാഹ ജീവിതത്തിലേക്ക് എത്തുന്നവർ സത്യസന്ധമായി അവരവരുടെ പ്രായത്തിനെക്കുറിച്ച്, വയസ്സിനെക്കുറിച്ച്, ജോലിയെക്കുറിച്ച്, എന്തെങ്കിലും കുറവുകളും പോരായ്മകളും ഉണ്ടെങ്കിൽ അവയെക്കുറിച്ച് പറയണമെന്ന് തന്നെയാണ് നിർബന്ധമായും സ്നേഹക്കൂടിന് പറയാനുള്ളത് എന്നാണ്. സർ, ഇനി ഇതിപ്പോൾ ഓക്കെ, ഇപ്പോൾ ചീറ്റ് ചെയ്തുകൊണ്ടൊരു വിവാഹത്തിലേക്ക് എത്തിയാൽ സ്വാഭാവികമായിട്ടും തകരും. അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നിലക്കും മുന്നോട്ട് പോവില്ല എന്നുള്ളത് സ്വാഭാവികം. അപ്പോൾ ആരെങ്കിലും സ്ത്രീയുടെ ഭാഗത്താണെങ്കിൽ പുരുഷൻ്റെ ഭാഗത്താണെങ്കിൽ സ്ത്രീയും ഡിവോഴ്സ് ആവശ്യപ്പെടുമെന്ന് തന്നെയാണ്. പിന്നെ അവിടെ സർ വലിയൊരു വിഷയം വരുന്നത്, ഈ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ആദ്യമായി കാണാൻ പോകുന്നത് പുരുഷനാണ്. അതെ. അപ്പോൾ പുരുഷൻ പോയിട്ട് കണ്ടു വന്നു കഴിഞ്ഞാൽ പിന്നെ കാണാൻ പോകുന്നത് സിസ്റ്ററാണ്, അല്ലെങ്കിൽ ഉമ്മയാണ്, അല്ലെങ്കിൽ ബ്രദറാണ്, പലരുമാണ് അല്ലേ. ഇങ്ങനെ ഒരു 3-4 കമ്മിറ്റി കണ്ടിട്ടാണ് സംഗതി ഉറപ്പിക്കുക. ഇയാൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം പോരാ, പലരുടെ ഇഷ്ടം കൂടി പരിഗണിച്ച് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ അത് നടക്കുള്ളൂ. നടന്ന് അത് മുന്നോട്ട് പോകുമ്പോൾ അവിടെ എന്തെങ്കിലും ന്യൂനതകളൊക്കെ ഉണ്ടാവും. ഫോർ ദി ടൈം ബീങ് അത് മറന്നുകൊണ്ടായിരിക്കും അയാൾ യെസ് പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെ യെസ് പറഞ്ഞ് ഇങ്ങോട്ട് പോന്നതിന് ശേഷം വീണ്ടും സംശയം തോന്നുകയാണ്. ആ കുട്ടിയുടെ ഉയരം അല്ലെ, ആ കുട്ടിയുടെ നിറം, അല്ലെങ്കിൽ വേണ്ടത്ര ലൈറ്റിലല്ല ഞങ്ങളെ കണ്ടത്. ഇങ്ങനെയുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള ചിന്തകളും സംശയങ്ങളും മനസ്സിൽ ഇട്ട് കൊടുക്കും. അത് ഇട്ട് കൊടുക്കുന്നതിൽ ഈ കുടുംബ അംഗങ്ങൾക്ക് നല്ല റോളുണ്ട് അല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ട് പിന്നെ അവൻ ചിന്തിക്കണം. നേരത്തെ നിങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഫ്രണ്ട്സ് ഇവർ ഒന്നിച്ചു പോകുന്ന സമയത്ത് ഈ ഉമ്മനേജ് കെട്ടിയേ അല്ലേ. അതായത് ആ പെൺകുട്ടിയുടെ ബോഡിയെ ഷെയിം ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു കമന്റ് അവൻ തമാശക്കായിരിക്കും ചിലപ്പോൾ പറഞ്ഞത്. പക്ഷെ ആ തമാശക്ക് പറഞ്ഞ ആ കമന്റ് ഇവൻ എന്ത് ചെയ്യും, സീരിയസ് ആയിട്ട് മുഖവിലേക്ക് എടുക്കും. അതോടുകൂടി ആ നിക്കാഹ് ബ്രേക്കപ്പ് ആവുകയാണ്. അതുകൊണ്ടാണ് ഖൂലു ഖൗലൻ സദീദ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും അല്ലേ. യാ അയ്യുഹല്ലദീന ആമനു ഖൂലു ഖൗലൻ സദീദ, നിങ്ങൾ നല്ലത് സംസാരിക്കണം എന്ന് പറഞ്ഞത്. സംസാരത്തിൽ വരുന്ന പാളിച്ചകൾ വലിയ മുറിവുകൾ ഉണ്ടാക്കും. അതുകൊണ്ട് ബന്ധത്തെ വിളക്കി ചേർക്കുന്ന സംസാരങ്ങളാണ് കുടുംബത്തിലുള്ള അംഗങ്ങൾ നടത്തേണ്ടത്. ചിന്തിച്ചുകൊണ്ടാണ് സംസാരിക്കേണ്ടത്. പലപ്പോഴും സംസാരിച്ചതിന് ശേഷമാണ് നമ്മുടെ പല ആളുകളും ചിന്തിക്കാറുള്ളത് അല്ലേ, കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പല സംസാരങ്ങളും. അതുപോലെ നമ്മൾ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന പെൺകുട്ടി ആ വീട്ടിലെ ഒരു വേലക്കാരിയായിട്ട്, ഉമ്മൻ്റെയും ഉപ്പൻ്റെയും സർവൻ്റായിട്ട്, നിന്റെ മോന് കല്യാണം കഴിച്ചത് ഞങ്ങൾക്ക് ഹിദ്മത്ത് ചെയ്യാനാണ്, ഇത് പച്ചയായി പറയുന്ന ഉമ്മയുപ്പയുണ്ട്. എത്ര വലിയ അബദ്ധാണ് പറയുന്നത്. ഇസ്ലാമിന് അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ലല്ലോ അല്ലേ. അതായത് ഭർത്താവിന്റെ ഉമ്മയെയും ഉപ്പയെയും നോക്കാനാണ് അവൻ കല്യാണം കഴിക്കുന്നത് എന്നുള്ളത് ഇസ്ലാമിലില്ല. അവൻ കല്യാണം കഴിക്കുക അവന് വേണ്ടിയിട്ടാണ്. എന്നാൽ അവന്റെ ഉമ്മനെയും ഉപ്പയെയും നോക്കുക എന്നുള്ളത് അവള് ചെയ്യുന്ന ഒരു എക്സ്ട്രാ ഡ്യൂട്ടിയാണ്, ഒരു സംശയമില്ല. ചെയ്യണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. കാരണം സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ ആദ്യം തന്നെ അവർ സ്വന്തമായിട്ടുള്ള ഒരു വീടെടുത്ത് അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റിലേക്ക് താമസം മാറ്റുകയാണ്. നമ്മുടെ കേരളത്തിന്റെ സംസ്കാരം അങ്ങനെയല്ല. അതുകൊണ്ട് നമ്മുടെ വീട്ടിലെത്തുന്ന കുട്ടികൾ അവിടെ കൂട്ടുകുടുംബ വ്യവസ്ഥിതി ആയതുകൊണ്ട് എല്ലാവർക്കും അവരുടേതായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. എന്നാൽ ആ ചെയ്തു തരുന്നതിന് അർഹമായ ഒരു സെൻസ് ഓഫ് റെക്കഗ്നിഷൻ, അംഗീകാരം അവർക്ക് കിട്ടാതെ പോകുന്നുണ്ട്
അല്ലേ? അതെ, അതെ. അപ്പൊ ആ അംഗീകാരം കിട്ടാതെ പോകുമ്പോൾ അവരുടെ മനസ്സ് വേദനിക്കും. ആ വേദനിക്കുന്നത് ബ്രേക്കപ്പിലേക്കാണ് എത്തുന്നത്. അതെ, അതെ. അപ്പൊ നിക്കാഹ് കഴിഞ്ഞത് കൊണ്ട് മാത്രം ജീവിതം മുന്നോട്ട് പോകണമെന്നില്ല. അതെ. ഇതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. നല്ല ഇടപെടലുകളാണ് വിവാഹ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുക. അവിടെ നമ്മുടെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. മുറിപ്പെടുത്തുന്ന വാക്കുകൾ ഒരു കത്തി കൊണ്ട് അല്ലെങ്കിൽ മാരകമായൊരു വെപ്പൺ കൊണ്ട്, ആയുധം കൊണ്ട് മുറിവുണ്ടാക്കുന്നതിനേക്കാൾ വലിയ മാരകമായ മുറിവുകൾ ഉണ്ടാക്കുന്നത്. നീ വേണമെങ്കിൽ കത്തി കൊണ്ടൊരു കുത്തിക്കോ, എങ്കിലും നിന്റെ നാവ് കൊണ്ട് തന്നെ വേദനിപ്പിക്കരുതാണ്. വിവാഹ ജീവിതത്തിലെ പല ബ്രേക്കപ്പുകൾക്കും കാരണമായി തീരുന്നത് കുടുംബത്തിലെ ഏതെങ്കിലും അംഗങ്ങളുടെ ചില വാക്കുകളായിരിക്കാം എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ വാക്കുകൾ പറയുന്നതിന് മുമ്പ് ഒരാവർത്തിയെങ്കിലും ചിന്തിച്ചുകൊണ്ടേ നമ്മൾ സംസാരിക്കാവൂ എന്നാണ് വിവാഹം ബ്രേക്കപ്പ് ആവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായി സ്നേഹക്കൂടിന് പറയാനുള്ളത്. ഇപ്പോൾ ഓരോന്നോരോന്നായിട്ടാണ് നമ്മൾ ചർച്ച ചെയ്ത് വരുന്നത്. വളരെ കുറച്ച് സമയം കൂടി നമുക്ക് ബാക്കിയുള്ളൂ. അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ കൂടി ഒന്ന് പങ്കുവെച്ചാൽ. അതിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി എൻ്റെ ഭർത്താവിന് എനിക്ക് നൽകാൻ പറ്റുമോ എന്ന ആശങ്ക അത് ഭാര്യയ്ക്ക് ചിലപ്പോൾ ഉണ്ടാവും. അതായത് ഇയാൾക്ക് കൃത്യമായ ജോലിയുണ്ടോ, നീ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് വിവാഹം നടക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു ജോലി, അതുപോലുള്ള സാമ്പത്തികമായിട്ടുള്ള സെക്യൂരിറ്റി ഇതൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിക്കാഹിന് ശേഷമായിരിക്കും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പം നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ട്, മുന്നോട്ട് പോകുമ്പോൾ ഭർത്താവും ചിലപ്പോൾ പറയും എനിക്കിപ്പോൾ ഈ വിചാരിക്കുന്ന ഡ്രസ്സൊന്നും വാങ്ങിത്തരാൻ പറ്റില്ല, വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ടില്ല, നിക്കാഹ് കഴിഞ്ഞിട്ടുമുണ്ട്. എന്നാൽ അവളുടെ ജീവിതത്തിലെ വലിയ സ്വപ്നമാണ് ഒരു നല്ല ഡ്രസ്സ് വേണം, അല്ലെങ്കിൽ നല്ലൊരു ബാഗ് വേണം, അല്ലെങ്കിൽ ഒന്ന് ഔട്ടിങ്ങിന് പോകണം. ഇതൊക്കെ അവൾ ആഗ്രഹിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ പൈസ അല്ല എന്നുള്ളത് ഈ നിക്കാഹ് കഴിഞ്ഞ, എൻഗേജ്മെന്റ് കഴിഞ്ഞ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഇത്തരത്തിലുള്ള സംസാരങ്ങൾ വൈഫ് കേൾക്കുമ്പോൾ വീട്ടുകാരോട് അവൾ അത് ഷെയർ ചെയ്യുമ്പോൾ വീട്ടുകാർ പറയും ഇത് മുന്നോട്ട് പോലട്ടോ, നമുക്ക് ബ്രേക്കപ്പ് ആവാം. അതൊക്കെ വളരെ നിസ്സാരമായിട്ടാണ് നമ്മുടെ സമൂഹം ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ ഇൻസെക്യൂരിറ്റി എന്നുള്ളത് ഒരു വലിയ സംഗതി. രണ്ടാമത്തത് റിലീജിയസ് ആയിട്ടുള്ള വിഷയങ്ങളിൽ അല്ലെങ്കിൽ കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ സാംസ്കാരികമായിട്ട് രണ്ടുപേരും നല്ല അന്തരം ഉണ്ടാവും. ഇപ്പം ജില്ല മാറി കല്യാണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണത്. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് മലപ്പുറത്തേക്കോ മലപ്പുറത്തു നിന്ന് കോഴിക്കോട് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ അവിടെ ജില്ല മാറുമ്പോൾ അവിടെ കൾച്ചറിൽ വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ മതപരമായ വിഷയങ്ങളിൽ ഇപ്പോൾ ഒരു ആൾ സുന്നിയാണ്, ഒരാൾ മുജാഹിദാണ്, ഒരാൾ ജമായത്താണ്, അവരുടെയൊക്കെ ആദർശപരമായിട്ടുള്ള വൈവിധ്യങ്ങൾ ഇവിടെയൊക്കെ തന്നെ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷമാണ് അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതും ചിന്തിക്കുന്നതും. അപ്പോൾ ഞാൻ സുന്നിയാണ്, നിൻ്റെ ഈ സിസ്റ്റത്തോടൊന്നും പള്ളിയിൽ പോകാൻ എനിക്ക് അനുവാദം തരാൻ പറ്റില്ല, അല്ലെങ്കിൽ എൻ്റെ ഉമ്മ സമ്മതിക്കില്ല, അല്ലെങ്കിൽ വാപ്പ അങ്ങനെ ആക്കില്ല. ഈ രൂപത്തിലുള്ള സംസാരങ്ങളൊക്കെ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം വരുമ്പോൾ എന്നാലേ എൻ്റെ വീട്ടിൽ തന്നെ നിന്നോ എന്നുള്ള രൂപത്തിലുള്ള സംസാരം വന്നിട്ട് ഒരു നിസ്സാര കാരണങ്ങൾ കൊണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ഒന്നിച്ചിരുന്ന് ഒരു തരം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പരിഹരിക്കാവുന്നതാണ്. എന്നാൽ അത് പെട്ടെന്ന് ശിഥിലമാവുന്ന അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. വെട്ടൊന്ന് കഷ്ണം രണ്ട് എന്നതാണ് ഇന്ന് വിവാഹ ജീവിതത്തിൽ അല്ലെങ്കിൽ വിവാഹ രംഗത്ത് പ്രത്യേകിച്ച് കേരളക്കരയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് നിക്കാഹ് കഴിഞ്ഞ് വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ ആ വിവാഹബന്ധം ഇല്ലാതായി മാറുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. തൊലാഖ് എന്നത് അഥവാ വിവാഹമോചനം എന്നത് അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണ് എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ആ ഒരർത്ഥത്തിൽ വിവാഹത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ എന്ത് എന്ന് നമ്മൾ ആലോചിക്കുക. നിസ്സാരമായ കാര്യങ്ങൾ പറഞ്ഞ് പരസ്പരം പോരടിച്ച് പിന്മാറേണ്ട ഒരു കാര്യമല്ല വിവാഹം. വിവാഹത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് വ്യക്തമായ ആലോചനകൾ നടത്തി നമുക്ക് അനുയോജ്യമായ ആദർശപരമായും എല്ലാ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് അഥവാ എല്ലാ കാര്യങ്ങളും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു കുടുംബമാണെന്ന് ആലോചിച്ചതിന് ശേഷം ഉചിതമായ തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുക. പരമാവധി ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ അത് പരിഹരിച്ചു കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്, ഒരിക്കലും ഒരു വിവാഹമോചനത്തിലൂടെയല്ല. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പല കാരണങ്ങളും നമ്മുടെ നാടുകളിൽ നിന്ന് പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന കാരണങ്ങളാണ്. അതിനുള്ള പരിഹാരമാണ് നമ്മൾ നിർദ്ദേശിച്ചത്. ഏതായിരുന്നാലും അള്ളാഹു നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഏറ്റവും നല്ല കുടുംബമായി മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളോട് പറയാനുള്ളത്, ചിലപ്പോൾ നിസ്സാരമായ പ്രശ്നങ്ങൾ ഒരു പക്ഷേ ആ കുടുംബത്തിലൊന്ന് ഇരുന്ന് ചർച്ച ചെയ്താൽ തീരുമാനമാകുന്നതാവും. അത് പർവ്വതീകരിക്കുന്നതിന് പകരം അതിനെ ഉരുക്കാൻ വേണ്ടിയാവണം നമ്മൾ പരിശ്രമിക്കേണ്ടത് എന്നാണ്. ആ ഒരു പരിശ്രമം നടത്തുമ്പോൾ അള്ളാഹുവിൻ്റെ ഒരു നന്മയും അതുപോലെ തന്നെ ബർക്കത്തും നമുക്ക് കിട്ടുമെന്നത് കൂടി നമ്മൾ മനസ്സിലാക്കുക.
കൺകുളിർമയുള്ള മക്കളായിട്ട് നമ്മുടെ മക്കളെ അള്ളാഹു നിലനിർത്തി തരട്ടെ. ഇഹലോകത്തിലും പരലോകത്തും ഉപകരിക്കുന്ന കുടുംബമായി നമ്മുടെ കുടുംബങ്ങളെ മാറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നും നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്ത് വളരെ വേണ്ടപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിയ സഹസറിനുള്ള ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതോടൊപ്പം പ്രാർത്ഥനയും പീസ് റേഡിയോക്കും സ്നേഹക്കൂടിനും ഉണ്ടാവണമെന്ന് കൂടി ആവശ്യപ്പെടുകയാണ്. വാഹിർ ദവാനാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.